നമസ്കാരം, ഇൻവൈഡിറ്റിലേക്ക് സ്വാഗതം. 2024 ജൂൺ 4 ശേഷം ഈ രാജ്യം എങ്ങനെയായിരിക്കും? ഭരണം കൈവിട്ടു പോകാതിരിക്കാനുള്ള എല്ലാ ഇടപെടലുകളും BJPയും മോദിയും അമിത്ഷായും നടത്തിയിട്ടുണ്ട്. 2024 പൊതു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇനി അവശേഷിക്കുന്നത് ഒരൊറ്റ ഘട്ടം മാത്രം, 57 സീറ്റുകൾ. പ്രാഥമിക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനവും വോട്ടെണ്ണലും തമ്മിലുള്ളത് 80 ദിവസത്തെ അന്തരം. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും അധികം സംശയമുനയിൽ നിന്നത് സ്വതന്ത്ര സ്ഥാപനമായി പ്രവർത്തിക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നതാണ് ഈ കാലത്തെ ഏറ്റവും വലിയ വിരോധാഭാസം. ഗുജറാത്ത് വികസനവും ജാതിമത രാഷ്ട്രീയവും ഒക്കെ കേവലം രാഷ്ട്രീയ കരുക്കളാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. നരേന്ദ്രമോദി എന്ന ബ്രാൻഡ് തകർന്നു വീണതും BJP ഭരണം ചോദ്യം ചെയ്യലുകൾക്ക് വിധേയമായതും നിഷ്ക്രിയരായ ജനതയെ അല്ല ഇനി ഈ രാജ്യം കാണാൻ പോകുന്നതെന്ന ബോധ്യപ്പെടുത്തലാണ്. സംഘപരിവാരത്തിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂർച്ഛിക്കുന്നതും നമ്മൾ കാണുന്നു. തെരഞ്ഞെടുപ്പ് 5ാം ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ സട്ടാ ബസാറുകൾ സജീവമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഫലപ്രവചനവുമായി കോടിക്കണക്കിന് രൂപയുടെ വാതുവെപ്പിൽ ഏർപ്പെടുന്ന സട്ടാ ബസാറിലെ പുതിയ കണക്കുകൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാണ്. മുംബൈ സട്ടാ ബസാർ ഇന്ത്യ മുന്നണിക്ക് 348 സീറ്റാണ് പ്രവചിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വാതുവെപ്പിൽ കൂടുതൽ വ്യക്തതയോടെ ഫലം പ്രവചിച്ച ചരിത്രമുള്ള ഫലോദി സട്ടാ ബസാർ ഇന്ത്യ മുന്നണിക്ക് 348 സീറ്റുകൾ പ്രവചിച്ചതായാണ് റിപ്പോർട്ട്. തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ NDAക്ക് ഉറച്ച വിജയം പ്രഖ്യാപിച്ച ഇടങ്ങളാണ് ഇപ്പോൾ മാറിമറിയുന്നത്. മോദി ബ്രാൻഡ് എന്നത് ഊതിവീർപ്പിച്ച ബലൂൺ ആണെന്ന് ഈ രാജ്യത്ത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ തെളിയിച്ചത് ഈ രാജ്യത്തെ കർഷകരാണ്. വിണ്ടുകീറിയ പാദങ്ങളുമായി ദില്ലിയിലെത്തിയ അവരുടെ നിശ്ചയദാർഢ്യത്തിനു മുന്നിൽ BJP ഭരണകൂടം മുട്ടുകുത്തി. ജനവിരുദ്ധമായ കാർഷിക നിയമങ്ങൾ പിൻവലിക്കാൻ മോദി സർക്കാർ നിർബന്ധിതമായി എന്നത് മാത്രമല്ല കർഷക പ്രക്ഷോഭത്തിന്റെ നേട്ടം. പാർലമെന്റിലെ മൃഗീയ ഭൂരിപക്ഷം ഉപയോഗിച്ച് പാസാക്കപ്പെട്ട തൊഴിൽ നിയമങ്ങൾ അടക്കമുള്ള 1/2 ഡസനോളം നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ നിന്ന് ഭരണകൂടത്തെ പിന്തിരിപ്പിക്കാൻ കർഷക സമരത്തിന് കഴിഞ്ഞു. ജനവിരുദ്ധ നിയമങ്ങൾക്കെതിരെ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങാൻ ജനങ്ങൾക്ക് ഊർജം പകർന്ന ഒന്നായിരുന്നു കർഷക പ്രക്ഷോഭം. അതുകൊണ്ട് തന്നെ ജൂൺ 4 വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം എന്ത് തന്നെ ആയാലും ഈ രാജ്യം കാണാൻ പോകുന്നത് നിഷ്ക്രിയരായ വാമൂടി കെട്ടിയിരിക്കാൻ പോകുന്ന ജനതയെ ആകില്ല എന്ന് ഉറപ്പാണ്.